ട്രാവൽ വിത്ത് ആമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, ഞാൻ നാരകത്തിൻ്റെ ചോട്ടിലാണ്. ഒരു നാരകത്തിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ഒരു ജില്ലയിൽ തന്നെ എത്ര നാരങ്ങയാണ് ഉണ്ടായി കിടക്കുന്നത് നോക്കൂ. നമ്മുടെ നാട്ടിലെ പോലെയാണോ നോക്കി. ഇങ്ങനെ കൃഷി ചെയ്തിട്ടാണ് ഇസ്രയേൽ ലോക രാജ്യങ്ങളിൽ കൃഷിയിൽ ഒന്നാമത് നിൽക്കുന്നത്. നോക്കിയേ, എത്രമാത്രം ഒരു നാരകത്തിൻ്റെ ചോട്ടിലാട്ടോ ഞാൻ നിൽക്കുന്നത്. ഒറ്റയ്ക്കൊരു കുഞ്ഞു നാരകമാണിത്, ഒരുപാട് പൊക്കമൊന്നുമില്ല. അപ്പോൾ ഈ നാരകത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതാണ് ഇസ്രയേൽ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി, വളരെ കുറച്ച് സ്ഥലമേ ഇവർക്കുള്ളൂ, പക്ഷേങ്കിൽ എത്രമാത്രം കൃഷിയാണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കൂ. ഞാൻ വേറൊരു നാരകത്തിൻ്റെ ചോട്ടി വന്നു, അതും ഇതുപോലൊക്കെ തന്നെയാണ്, കായ്ച്ചു കിടക്കുകയാണ്. നല്ല ചുമന്ന നാരങ്ങ. ഇതാ നോക്കൂ, കാണാവല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഒരു കൊമ്പയിലുള്ള ഒരു ചെറിയ ചില്ലയിലുള്ള നാരങ്ങയാണിത്. ഇതാ അതുപോലെ തന്നെ നോക്ക്, ഇതൊരു ചെറിയ ചില്ലയിലുള്ള നാരങ്ങയാണിത് മുഴുവനും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ നാരകത്തിൻ്റെ മരത്തിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ നാരങ്ങ കാച്ചു കിടക്കുന്നത്. അടിപൊളി, ഒരേ ഒപ്പം ഒരേ ശിഖരത്തിൽ ഒരു കൊമ്പയിൽ തന്നെ എത്ര എണ്ണമാണെന്ന് നോക്കിയേ. കാണുന്നുണ്ടല്ലോ, കാണും. ഇതാണ് ഇസ്രയേലിൻ്റെ ഫ്രൂട്ട്സ്. എത്രമാത്രം. ഇത് രണ്ട് നാരകത്തിൻ്റെയാണ് കാണിക്കുന്നത്. ഇതൊരു നാരകം, ഇതും ഒരു നാരകം. രണ്ട് നാരകം ഒന്നിച്ച് ഒരേ ഒപ്പം നിൽക്കുന്നതിൻ്റെയാണ് കാണിക്കുന്നത്. വേറെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് കണ്ണിന് ആനന്ദം, മനസ്സിന് സന്തോഷം എല്ലാം ലഭിക്കുന്ന ഒരു നല്ല കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കൃഷി ചെയ്യുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും അതിലുള്ള കൃഷികൾ എത്രമാത്രമാണെന്ന് കയറി ഇരുന്നോട്ട് സംസാരിക്കാം. നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് പോലും കയറിയിരിക്കാൻ പാകത്തിന് കുഞ്ഞു നാരകമാണ്. അത് കണ്ടോ, ഇതിൻ്റെ കൊമ്പേ കയറിയിരുന്ന കേട്ടോ വർത്താനം പറയുന്നത്. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ എവിടെയാന്ന്. നോക്കൂ, ഞാനിവിടെ നാരകത്തിൻ്റെ കൊമ്പയിൽ ഇരിക്കുകയാണ്. ഇതുപോലെ നാരങ്ങ കാച്ചു കിടക്കുന്നുണ്ട്. ഇസ്രയേൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്ത രാജ്യമാണ്. മൊത്തം ഭൂമിയുടെ 20% മാത്രമേ ഇസ്രയേലിന് കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലമുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് ഇവർ ഇതുപോലെ വരുമാനം ഉണ്ടാക്കുന്നത്, അല്ല ഇതുപോലെ കൃഷി ചെയ്യുന്നത്. എല്ലായിടത്തും ട്രിപ്പിൾ ഇറിഗേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് കാണിച്ചു തരാവേ. ഇതിൻ്റെയും ചോട്ടിലേക്ക് ഓസ് സംവിധാനം കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരേ സമയത്ത് വെള്ളം തുറന്നു വിട്ടാണ് ഇതിൻ്റെ എല്ലാ ചോട്ടിലേക്ക് വെള്ളം വരുന്നത്.
നിങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വേറൊരു നാരകത്തിൻ്റെ ചോട്ടി വന്നതാണ്. ഇതെങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്കോടെ ഇപ്പം ഇങ്ങനെ കുറച്ച് വണ്ടി പോകാനുള്ള സൗകര്യം ഇവർ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ കൈകൊണ്ടൊന്നും പറിക്കുകയല്ല, ഇതിനെ മെഷീനും കൊണ്ട് പറിക്കുകയാണ് ചെയ്യുന്നത് ഒരേ സമയത്ത്. അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ ഇടയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും മാത്രം ദൂരത്തിൽ ഇട്ടാണ് ഈ നാരകം എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. നാരകം എന്നല്ല, ഓറഞ്ച് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഓറഞ്ച് നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കിയെടുക്കുന്നതാണ് അവർ. അങ്ങനെ മെഷീൻ വെച്ച് ഇങ്ങനെ ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെഷീൻ വെച്ച് അവർ ഒരുക്കിയെടുത്ത് നല്ല വൃത്തിയാക്കി മണ്ണ് കളച്ച്, നമ്മുടെ നാട്ടിൽ ആദ്യം കൃഷി ഇറക്കാൻ നേരത്ത് മണ്ണ് കളക്കിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ മെഷീൻ കൊണ്ട് മണ്ണ് കളച്ച് അതെല്ലാം കട്ടയെല്ലാം ഉടച്ച് നിരപ്പാക്കി ഇനി അതിൽ വെള്ളത്തിൻ്റെ സംവിധാനവും കൂടി ഏർപ്പാടാക്കിയതിന് ശേഷം മാത്രമാണ് അവർ കൃഷി തുടങ്ങുന്നത്. ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഈ മെഷീൻ വെച്ച് 2-3 ട്രിപ്പായിട്ട് ഇവർ ഈ മണ്ണെല്ലാം നല്ല ഉറപ്പാക്കി എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് അടുത്ത കൃഷി തുടങ്ങുന്നത്. ഇങ്ങനെയാണ് ഇസ്രായേലിലെ കൃഷികൾ ഓരോന്നും ചെയ്യുന്നത്. മെഷീനും കൊണ്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഒരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോഴത്തേക്കും ഇവിടെ വേറെ കൃഷി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് എടുത്തിടാം. ഇതിൽ ഇങ്ങനെയാണ് കൃഷി ഇസ്രായേലിൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഭാഗം എടുത്തതാണ്. ഈ കാണുന്ന എല്ലാം ബബിൾസ് നാരങ്ങയുടെ തോട്ടമാണ്. പുറത്തുനിന്നുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതേ ഉള്ളൂ. ഈ കാണുന്നതെല്ലാം ഈ തോട്ടം തന്നെയാണ്. ഇതൊരു ഹെക്ടർ പ്രദേശം എന്ന് പറയാവുന്നത്രയും തന്നെ വലിയൊരു തോട്ടമാണ്. ഇതിങ്ങനെ വഴി സൈഡിലാണ് ഈ തോട്ടം കാണുന്നത്. ഇതിവിടെ പ്രധാനമായിട്ടും കഴിക്കാനും അതുപോലെ തന്നെ ജ്യൂസിനുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ജാമിനായിട്ട് എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ജ്യൂസും കഴിക്കാനുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഈ തോട്ടമാണ്, നിങ്ങളിപ്പോൾ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇന്നത്തെ ഈ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇസ്രായേലിൽ ചെയ്യുന്ന ഓരോ കൃഷിക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും അവരുടേതായ കണ്ടുപിടുത്തങ്ങളും അവരുടേതായ ഓരോ കയ്യൊപ്പുകളുമുണ്ട്. അതിൻ്റെ ഓരോ പ്രത്യേകതകളാണ് നമ്മൾ ഇനിയുള്ള കാഴ്ചകളിലൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന നാളുകളിൽ ഇനിയും ഇസ്രായേലിൽ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും കൃഷികളും ഒക്കെയുണ്ട്. അതൊക്കെ ഞാൻ ഇനിയും വരുന്ന വീഡിയോകളിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രാവൽ വിത്ത് ആമിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മറക്കരുത്. നമുക്ക് വരുന്ന നാളുകളിൽ വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഒന്നിച്ചു ചേരാം. നിങ്ങൾ തരുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം.